Okay, good morning. നമ്മൾ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അതിനെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഡെഡ്ലോക്ക് അവോയ്ഡൻസിൻ്റെ ആദ്യത്തെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റത്തിന് പ്രയർ ഇൻഫർമേഷൻ ഉണ്ടാകണം. അതായത് റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് എന്താണ്, ഓരോ പ്രോസസ്സിൻ്റെയും റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് എന്താണെന്ന് നേരത്തെ സിസ്റ്റത്തിൽ അത് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് അല്ലേ. അതിനനുസരിച്ച് വേണം സിസ്റ്റത്തിന് ഫ്യൂച്ചർ അലൊക്കേഷൻസ് നടത്താൻ. അപ്പോൾ എപ്പോഴും സിസ്റ്റത്തിനെ സേഫ് സ്റ്റേറ്റിലാക്കി നിർത്തിക്കൊണ്ട് മാത്രം അലൊക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ഡെഡ്ലോക്കിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാണോ എന്നറിയുന്നതിന് അതിൻ്റെ ഒരു ഡെഫിനേഷനാണ് ഈ കാണുന്നത്. സിസ്റ്റം ഇസ് സെറ്റ് ടു ബി ഇൻ എ സേഫ് സ്റ്റേറ്റ് ഇഫ് ദർ എക്സിസ്റ്റ് എ സീക്വൻസ് P1 to Pn, if there are n process in the sequence of all the process in the system such that for each Pi, the resources that Pi can still request can be satisfied by currently available resources plus resources held by all the Pj's with j all the Pj with j less than I. ഓക്കെ, അതായത് P1 to Pn പ്രോസസ്സ് ഉണ്ട്. അതിലെ ഒരു പ്രോസസ്സ് Piയുടെ ഒരു റിക്വസ്റ്റ് അത് ഗ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാകും. എപ്പോൾ ആ ഗ്രാൻഡ് ചെയ്യുന്നത് അവൈലബിൾ റിസോഴ്സ് പൂളിലുള്ള, അതായത് ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് പ്ലസ് റിസോഴ്സസ് ഹെൽഡ് ബൈ ഓൾ ദ പ്രോസസ് Pj. ഓക്കെ, P1 to Pj വിത്ത് j ലെസ് ദാൻ I. അതായത് P5 എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഇപ്പോഴത്തെ റിക്വയർമെൻറ്റ് നമ്മൾ മീറ്റ് ചെയ്യാൻ നമുക്ക് അവൈലബിൾ റിസോഴ്സ് പൂളിലുള്ള അവൈലബിൾ റിസോഴ്സസ് പ്ലസ് ദ റിസോഴ്സസ് ഹെൽഡ് ബൈ പ്രോസസ് P4, അതായത് P4 ഫിനിഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസോഴ്സസ് പ്ലസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഇതെല്ലാം വെച്ചിട്ട് ഇഫ് യു ക്യാൻ സാറ്റിസ്ഫൈ Pi അല്ലെങ്കിൽ P5, യു ക്യാൻ സേ ദാറ്റ് ദിസ് അലൊക്കേഷൻ വിൽ നോട്ട് ലീഡ് ടു എ ഡെഡ്ലോക്ക്. ദിസ് അലൊക്കേഷൻ വിൽ കീപ് ദ സിസ്റ്റം സേഫ്. ഓക്കെ, അപ്പോൾ ഒരു പ്രോസസ്സിന് അതിൻ്റെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ചെയ്യാൻ കഴിയണം. എങ്ങനെ? അതിൻ്റെ ഫ്രീ ആയിട്ടുള്ള റിസോഴ്സസ് പ്ലസ് I ഗ്രേറ്റർ ദാൻ ജെ എന്നുള്ള കണ്ടീഷനിൽ Pj റിസോഴ്സസിനെ റിലീസ് ചെയ്യുമ്പോൾ ആ റിലീസസിനെയും എടുത്താൽ Piയെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പറയാം സിസ്റ്റം ഈസ് ഇൻ സേഫ് സ്റ്റേറ്റ്. അപ്പോൾ Pi ഒരു റിക്വസ്റ്റ് വെക്കുമ്പോൾ അതിനെ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് റിസോഴ്സസ് ഇല്ലെങ്കിൽ Pi ക്യാൻ വെയിറ്റ് അണ്ടിൽ Pj ഹാവ് ഫിനിഷ്ഡ്. ഓക്കെ, ചിലപ്പോൾ അവൈലബിൾ റിസോഴ്സസിനെ മാത്രം കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും? Pj ഫിനിഷ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. When Pj is finished, Pi can obtain all the needed resources, execute and return all allocated resources and terminate. അപ്പോൾ എന്തായി? Pi+1 can utilize these resources released by Pi and the system will continue in a safe state. ഓക്കെ, ഇതാണ് ഒരു സേഫ് സ്റ്റേറ്റ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ സേഫ് സ്റ്റേറ്റിനെ പറ്റി ഡെഡ്ലോക്ക് അവോയ്ഡൻസിൽ സേഫ് സ്റ്റേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ പറയുന്നത്. ഇഫ് എ സിസ്റ്റം ഈസ് ഇൻ സേഫ് സ്റ്റേറ്റ് there will not be deadlock. There is no deadlock. If a system is in unsafe state, അതായത് ഒരു ഫർദർ അലൊക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ഈ വെയിറ്റിംഗ് ഇൻഡെഫിനിറ്റ് ആയിട്ട് നീണ്ടുപോകും, ഒരു അൺസേഫ് സ്റ്റേറ്റിലേക്ക് പോകും എങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ഡെഡ്ലോക്ക്. ഇപ്പോൾ സേഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ദർ ഇസ് നോ ഡെഡ്ലോക്ക്. പക്ഷേ അൺസേഫ് സ്റ്റേറ്റ് ആണെങ്കിൽ ദർ ആർ ചാൻസസ് ഓഫ് ഡെഡ്ലോക്ക്. നെസസറിലി ഡെഡ്ലോക്ക് ആവണമെന്നില്ല, ദർ ആർ ചാൻസസ്. ഓക്കെ, so in order to avoid this condition, you should ensure that system will never enter an unsafe state. Okay, unsafe state ൽ എപ്പോഴും നമ്മൾ മുമ്പേ റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിൽ കണ്ടു, ചില അലൊക്കേഷൻ നമുക്ക് ലൂപ്സ് ഉണ്ടാക്കുമെങ്കിലും അവിടെ അൺസേഫ് സ്റ്റേറ്റിലേക്ക് പോയാൽ തന്നെയും നമുക്കതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ അൺസേഫ് സ്റ്റേറ്റും ഡെഡ്ലോക്കിലേക്ക് ലീഡ് ചെയ്യണം എന്നില്ല. പക്ഷേ unsafe state may lead to deadlock. System safe സ്റ്റേറ്റിലാണെങ്കിൽ there are no chances of a deadlock. ഓക്കെ, അപ്പോൾ എപ്പോഴും ഡെഡ്ലോക്ക് അവോയ്ഡൻസ് എന്ന് പറയുന്നത് ഓൾവേസ് കീപ് ദ സിസ്റ്റം ഇൻ സേഫ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാണെങ്കിൽ there is no such disturbances. പക്ഷേ അൺസേഫ് സ്റ്റേറ്റിൽ there are chances of the system entering
അപ്പോൾ അൺസേഫ് സ്റ്റേറ്റിൽ ദർ ആർ ചാൻസസ് ഓഫ് ദ സിസ്റ്റം എൻട്രിങ് എ ഡെഡ്ലോക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഇതിന് ഡെഡ്ലോക്കിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? അവോയ്ഡൻസ് അൽഗോരിതംസ് നമ്മൾ രണ്ട് ചോയ്സസ് ഉണ്ട്. സിംഗിൾ ഇൻസ്റ്റൻസസ് ഓഫ് റിസോഴ്സ് ടൈപ്പ് ആണുള്ളതെങ്കിൽ എല്ലാ സിസ്റ്റത്തിലുള്ള എല്ലാ റിസോഴ്സിനും ഒരു സിംഗിൾ ഇൻസ്റ്റൻസേ ഉള്ളൂ. പ്രിൻ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഒരു സിംഗിൾ പ്രിൻ്റർ മാത്രമേ ഉള്ളൂ, സേ ലേസർ പ്രിൻ്റർ. അതേസമയം മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഓഫ് റിസോഴ്സ് ടൈപ്പ് ഉണ്ടെങ്കിൽ, അതായത് പ്രിൻ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് 3 ടൈപ്സ് ഓഫ് ഡോട്ട് മെട്രിക്സ് ഉണ്ട്, ലേസർ ഉണ്ട്, ഇങ്ക്ജെറ്റ് ഉണ്ട്, 3 പ്രിൻ്റേഴ്സും ഉണ്ട്. അപ്പം 3 ഇൻസ്റ്റൻസസ് ഓഫ് എ പ്രിൻ്റർ ഓഫ് എ റിസോഴ്സ്, അത് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ്. അപ്പോൾ അങ്ങനെ 2 തരത്തിലെ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ പോളിസിയാണ് ഡെഡ്ലോക്കിനെ അവോയ്ഡ് ചെയ്യാൻ. ഓക്കെ, സോ ഡെഡ്ലോക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ സിംഗിൾ ഇൻസ്റ്റൻസ് റിസോഴ്സ് ടൈപ്പ് സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് യൂസസ് റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫ്. അതല്ല മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ആണ് ഉള്ളതെങ്കിൽ യു യൂസ് ദ ബാങ്കസ് അൽഗോരിതം. ഓക്കെ ഓക്കെ റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫ് സ്കീം. നമ്മൾ നേരത്തെ റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫ് എന്ന് പറഞ്ഞ് പഠിച്ചതിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് എഡ്ജസ് കണ്ടു. ഒന്ന് റിക്വസ്റ്റ് എഡ്ജ്, അതായത് പ്രോസസ് ടു റിസോഴ്സ്. പ്രോസസ്സ് ഒരു റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രം ദ പ്രോസസ് ടു ദ റിസോഴ്സ് നമുക്കൊരു ഡയറക്റ്റഡ് ആരോ, അതിനെ റിക്വസ്റ്റ് എഡ്ജ് എന്ന്. ക്ലെയിം എഡ്ജ് എന്ന് പറയുന്നത് പ്രോസസ് ടു റിസോഴ്സ്, അത് അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ റിസോഴ്സ് ടു പ്രോസസ്, അങ്ങനെയാണ് അസൈൻമെൻറ്റ് എഡ്ജ് അല്ല ക്ലെയിം എഡ്ജ് അല്ല, റിക്വസ്റ്റ് എഡ്ജ് ആൻഡ് അസൈൻമെൻറ്റ് എഡ്ജ്. അപ്പോൾ ഇതിലൊരു സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് റിസോഴ്സ് ഉള്ളപ്പോൾ റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിൻ്റെ ഒരു വേറൊരു വേർഷനാണ്, അതായത് ഒരു ക്ലെയിം എഡ്ജ് കൂടെ അതിലുണ്ടാവും. അതായത് ക്ലെയിം എഡ്ജ് എപ്പോഴും പ്രോസസ് ടു റിസോഴ്സ് ആയിരിക്കും, നമ്മുടെ സിമിലർ ടു റിക്വസ്റ്റ് എഡ്ജ്, പക്ഷേ ഡോട്ടഡ് ലൈൻസ് വെച്ചായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻസ് വെച്ച് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ റിസോഴ്സ് മേ ബി നീഡഡ് ലേറ്റർ. ഓക്കെ, അതാണ് അതിൻ്റെ അർത്ഥം. ദ പ്രോസസ് മേ നീഡ് ദിസ് റിസോഴ്സ് ലേറ്റർ, പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്തരം പ്രോസസ് മേ ക്ലെയിം, ഇറ്റ് ഹാസ് ക്ലെയിംഡ് റിസർവ്ഡ് ഇറ്റ്, ഇപ്പോൾ ആവശ്യമില്ല പക്ഷേ ഇൻ ഫ്യൂച്ചർ ഇറ്റ് മേ നീഡ് ഇറ്റ് എന്ന് കാണിക്കുന്ന പ്രയർ ഇൻഫർമേഷൻ വേണമല്ലോ. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്കൊരു ക്ലെയിം എഡ്ജ് ഉണ്ടാവും. ഈ പ്രോസസ്സിൻ്റെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് അതൊരു ഡോട്ടഡ് ലൈൻസിൽ ഫ്രം ദ പ്രോസസ് ടു ദ റിസോഴ്സ് എഴുതുന്നതാണ് ക്ലെയിം എഡ്ജ്. ഓക്കെ, സോ ഈ ക്ലെയിം എഡ്ജ് റിക്വസ്റ്റ് എഡ്ജായിട്ട് മാറും വെൻ എ പ്രോസസ് റിക്വസ്റ്റ് എ റിസോഴ്സ്. ഓക്കെ, മറ്റേത് ക്ലെയിം എഡ്ജ് ഫ്യൂച്ചർ റിക്വസ്റ്റ് ചെയ്തേക്കാം എന്നുള്ളതാണ്, പക്ഷേ അത് ക്ലെയിം എഡ്ജ് ഒരു റിക്വസ്റ്റ് എഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും വെൻ ദ പ്രോസസ് ഒഫീഷ്യലി മേക്സ് എ റിക്വസ്റ്റ്. ഓക്കെ, ആൻഡ് റിക്വസ്റ്റ് എഡ്ജ് വിൽ ബി കൺവേർട്ടഡ് ടു അസൈൻമെൻറ്റ് എഡ്ജ് വെൻ ഇറ്റ് ഇസ് അസൈൻഡ് ടു ദ പ്രോസസ്. അതേപോലെ തന്നെ വെൻ ദ റിസോഴ്സ് ഇസ് റിലീസ്ഡ് ബൈ ദ പ്രോസസ്, അസൈൻമെൻറ്റ് എഡ്ജ് കൺവേർട്ട്സ് ടു ക്ലെയിം എഡ്ജ്. കാരണം ഓൾറെഡി ആവശ്യം കഴിഞ്ഞു, അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും that will be reconverted to a claim edge. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത് വരെ ആ സിസ്റ്റത്തിൻ്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. പ്രോസസ്സ് ഡിമാൻഡ്സ് ഇതൊക്കെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻ ഫ്യൂച്ചർ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ ഇറ്റ്സ് ഹിസ് ക്ലെയിം. ഓക്കെ, അപ്പോൾ അങ്ങനെ റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് ഈ കാണുന്നത്. 2 പ്രോസസ് P1 P2 R1 R2 ആർ റിസോഴ്സസ്. അപ്പോൾ ഇവിടെ നമുക്ക് P1 may request R2 in future. So this is a claim edge. P1 to R2 is a claim edge. P2 to R2 again is another claim edge. Single instance resource ആണ്. അപ്പോൾ P1 claims R2, P2 also claims R2. P2 request R1 which is allotted to P1. R1 is assigned to P1. So this is a resource allocation graph. അപ്പോൾ ഈ ഡോട്ടഡ് ലൈൻസ് ഇഫ് R2 is allotted to P1, എന്ത് സംഭവിക്കും? R2ൽ നിന്ന് ഇങ്ങോട്ട് ഒരു ആരോ വരും. സോ P1 ക്യാൻ ഫിനിഷ്, ദ സിസ്റ്റം വിൽ ബി ഇൻ സേഫ് സ്റ്റേറ്റ്. P1 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ R1 ആൻഡ് R2 വിൽ ബി ഫ്രീ, ദറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ P2. ഓക്കെ, സോ അത് ഇങ്ങനെയാണ് ഈ ഇതിൻ്റെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് പ്രയർ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത്, എങ്ങനെയാണ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്? ഒരു ക്ലെയിം എഡ്ജൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്താൽ.
അപ്പോൾ ആദ്യം അതിൻ്റെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ് ഇതിനെ ഡോട്ടഡ് ലൈൻസ് വെച്ച് കാണിക്കും. അതിനെ ക്ലെയിം എഡ്ജ് എന്ന് പറയും. അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ ക്ലെയിം എഡ്ജ് വിൽ ബി കൺവേർട്ടഡ് ടു റിക്വസ്റ്റ് എഡ്ജ്. അതായത് ഇഫ് ദ പ്രോസസ് enters the system, it will give prior information about its demands അല്ലേ. അപ്പോൾ ആ ഡിമാൻഡ്സ് വെച്ചിട്ടാണ് റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ സം റിസോഴ്സസ് വിൽ ബി അലോട്ടഡ് ടു ദ പ്രോസസ്, സം റിസോഴ്സ് വിൽ ബി റിക്വസ്റ്റഡ്, ഓക്കെ, ആൻഡ് സം റിസോഴ്സസ് വിൽ ബി ക്ലെയിംഡ്. 3 പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ക്ലെയിം ചെയ്യുക എന്ന് വെച്ചാൽ ക്ലെയിമൻറ്റിൻ്റെ ഉദ്ദേശം ദ പ്രോസസ് മേ റിക്വസ്റ്റ് ദിസ് റിസോഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. അതാണ് ഡോട്ടഡ് ലൈൻസ്. ഓക്കെ, അതേസമയം when it needs the resources for its further execution, it will request. So a claim edge will be converted to a request edge. Okay, when the resource is available, that will be allotted to the process. ആ കേസിൽ a request edge will be converted to assignment edge. Okay, line the solid line ആയിട്ട് from the resource to the process വരും. And when the process finishes the use of R2, എന്ത് ചെയ്യും, ഇവിടെ ഇതിനെ വീണ്ടും ക്ലെയിം എഡ്ജിലേക്ക് മാറ്റും. ഇറ്റ് ഹാസ് finished the usage of R2, so that will be released. So that will be again in the claim edge connection. Process P1 R1 കൂടെ യൂസ് ചെയ്ത് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ resources will be released and P1 will leave the system. So this cycle will be broken. So system will be always in a safe state. Okay, that is resource allocation graph used for deadlock avoidance in systems with single instances of resources. അതേസമയം ഇതൊരു അൺസേഫ് സ്റ്റേറ്റ് ആണ് റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിൽ. സോ മുമ്പേ പോലെ തന്നെ ഇതിലൊരു സിംഗിൾ ക്ലെയിം എഡ്ജ് ആണ് P1 to R2. Process P1 may need R2 in future, which is already allotted to P2. Okay, and P2 request R1, which is allotted to P1. Okay, so P1 will need this in future. So P1 ഫിനിഷ് ചെയ്യണമെങ്കിൽ R2 വേണം, പക്ഷെ R2 ഇവിടെ അലോട്ട് ചെയ്തിരിക്കുക. സോ P2 ഫിനിഷ് ചെയ്ത് പോകാനും കഴിയില്ല, കാരണം P2 needs R1 which is with P1. ഓക്കെ, P1 ഫിനിഷ് ചെയ്ത് പോകാൻ കഴിയില്ല കാരണം R2 is allotted to P2. So this is an unsafe state. So this will lead to deadlock. Okay, if this is not the granted, ഈ സാധനം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ the system will enter a deadlock. Okay. Okay. So this is a resource allocation graph algorithm. ഇതാണ് മുമ്പേ പറഞ്ഞ, അതായത് റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിൽ ഒരു റിക്വസ്റ്റ് എഡ്ജിനെ നമുക്ക് അസൈൻമെൻറ്റ് എഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റം എപ്പോഴും സേഫ് സ്റ്റേറ്റിലായിരിക്കണം എന്നുള്ള കണ്ടീഷൻ നമ്മുടെ OS സാറ്റിസ്ഫൈ ചെയ്താലേ മതിയാവും. അപ്പോൾ ഒരു പ്രോസസ്സ് റിസോഴ്സിന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ റിക്വസ്റ്റ് ക്യാൻ ബി ഗ്രാൻറ്റഡ് ഓൺലി ഇഫ് converting the request edge to an assignment edge does not result in formation of a cycle in the resource allocation graph. നമുക്കറിയാം റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിലെ സൈക്കിൾ സൂചിപ്പിക്കുന്നത് അതൊരു അൺസേഫ് സ്റ്റേറ്റിനെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു അൺസേഫ് സ്റ്റേറ്റിലേക്ക് പോയാൽ സിസ്റ്റം മേ എൻ്റർ ഡെഡ്ലോക്ക്. സോ എന്ത് ചെയ്യണം, പ്രോസസ് റിക്വസ്റ്റുകൾ ഗ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പ് റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫ് വിൽ ബി ചെക്ക് ടു സീ ഇഫ് ദർ ആർ cycles. If there will be a cycle if I allot this resource to this process. അത് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ OS will allocate the resource to the process. So this way the deadlock can be avoided. Cycles avoid ചെയ്യാൻ നോക്കുക. ഓക്കെ, റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിൽ. ഇനി അടുത്ത ഇതാണ് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഓഫ് റിസോഴ്സ്. അങ്ങനെയുള്ള സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബാങ്കേഴ്സ് അൽഗോരിതം ആണ്. ഓക്കെ, ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പേര് വരാൻ കാരണം ഒരു ബാങ്കർ ചെയ്യുന്നത് എന്താണോ അതാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്.
നമുക്ക് പല ക്യാഷിൻ്റെ പൂളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒരാൾക്ക് ഒരിക്കലും അയാളുടെ റിക്വസ്റ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഒരു സൈക്കിൾ സ്റ്റേറ്റിലേക്ക് അത് പോവാതെ വേണം ഒരു ബാങ്കർ ഈ ക്യാഷിനെ ഡീൽ ചെയ്യേണ്ടത്. അപ്പോൾ അതാണ്, അതേ രീതിയിലാണ് റിസോഴ്സ് പൂളിൽ നിന്ന് റിസോഴ്സസിനെ അലോട്ട് ചെയ്യേണ്ടപ്പോൾ എടുക്കുന്ന പോളിസി ബാങ്കറിൻ്റെ ഒരു വർക്കിനെ അതുമായിട്ട് റിസംബ്ലൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുന്നത്. ബാങ്കേഴ്സ് അൽഗോരിതത്തിന് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് റിസോഴ്സസ് ഉള്ള സിസ്റ്റത്തിലാണ് ഇത് അപ്ലൈ ചെയ്യുക. ഈച്ച് പ്രോസസ് മസ്റ്റ് എ പ്രയോറി ക്ലെയിം മാക്സിമം യൂസ്. അതായത് ഓരോ പ്രോസസ്സും അതിൻ്റെ മാക്സിമം റിസോഴ്സ് റിക്വയർമെൻറ്റ് നേരത്തെ ക്ലെയിം ചെയ്യണം. ഓക്കെ, പറയണം. when process request a resource it may have to wait. ഓക്കെ, പ്രോസസ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ ദാറ്റ് വിൽ ബി സാറ്റിസ്ഫൈഡ്, അതർവൈസ് വിൽ ഹാവ് ടു വെയിറ്റ്. Okay, when a process gets all its resources it must return them in a finite amount of time. Once the resources are allotted to this process it will have to return the resources in time, in a finite amount of time. അതിങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. After some time, some fixed time interval, the process will have to release all its resources. Okay, അതാണ് ബാങ്കേഴ്സ് അൽഗോരിതം. ഓക്കെ, ബാങ്കേഴ്സ് അൽഗോരിതത്തിന് 4 ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് വേണ്ടത്. അവിടെ ഇത്തരം വേരിയബിൾസ് n is the number of process and m is the number of resource types. Okay, a system contains n number of process and m number of resources. അപ്പോൾ അവിടെ ഈ അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് 4 ഡേറ്റ സ്ട്രക്ചേഴ്സ്. വൺ ഇസ് അവൈലബിൾ എന്ന് പറയുന്നത് എ വെക്ടർ ഓഫ് ലെങ്ത് m, കാരണം റിസോഴ്സസിൻ്റെ അവൈലബിലിറ്റിയാണ്. ഓക്കെ, ഇറ്റ്സ് എ വെക്ടർ ഓഫ് ലെങ്ത് m. If available j is equal to k, there are k instances of resource type rj available. അതായത് അവൈലബിൾ j ഈക്വൽ ടു k എന്ന് പറഞ്ഞാൽ j rj റിസോഴ്സസിൻ്റെ k ഇൻസ്റ്റൻസസ് ഉണ്ട്. ഓക്കെ, ആൻഡ് മാക്സ് എന്ന് പറയുന്നത് n/m മെട്രിക്സ് ആണ്. So max ij equal to k means process pi may request at most k instances of resource rj. Okay, അവൈലബിൾ മാക്സ്. അവൈലബിൾ എന്ന് പറയുന്നത് അവൈലബിൾ ജെ ഈക്വൽ ടു കെ, എത്ര ഇൻസ്റ്റൻസസ് ഉണ്ട്, ആർ ജെയുടെ എത്ര ഇൻസ്റ്റൻസസ് ഉണ്ട്, എത്ര അവൈലബിൾ ആണ് ആർ ജെ, അതാണ് കെ അവൈലബിൾ റിസോഴ്സ് ജെ. ഓക്കെ, ഇനി മാക്സ് എന്ന് പറയുന്നത് മാക്സ് ഐ ജെ ഈക്വൽ ടു കെ മീൻസ് പി ഐ മേ റിക്വസ്റ്റ് അറ്റ് മോസ്റ്റ് കെ ഇൻസ്റ്റൻസസ് ഓഫ് ജെ, റിസോഴ്സ് ജെ. And allocation, again n/m matrix. If allocation ij equal to k means pi is currently allocated k instances of rj. Okay. So need എന്ന് പറയുന്ന അടുത്ത ഡേറ്റ സ്ട്രക്ചർ അഗെയിൻ n/m മെട്രിക്സ് ആണ്. ഇഫ് നീഡ് ഐ ജെ ഈക്വൽ ടു കെ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ പറയാം എന്താണ് പറയാൻ പറ്റുക. പ്രോസസ് ഐ വിൽ നീഡ് കെ ഇൻസ്റ്റൻസസ് ഓഫ് ദ റിസോഴ്സ് ജെ, അല്ലേ. ഐ മേ നീഡ് കെ മോർ ഇൻസ്റ്റൻസ് ഓഫ് ആർ ജെ ടു കംപ്ലീറ്റ് ഇറ്റ്സ് ടാസ്ക്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും, നീഡ് ഈക്വൽ ടു മാക്സ് മൈനസ് അലൊക്കേഷൻ. The resources needed by process I will be satisfied from this pool. ഏതാണ് മാക്സിമം റിസോഴ്സ് റിക്വസ്റ്റ്, അല്ലേ. മാക്സിമം റിസോഴ്സ് റിക്വസ്റ്റ് മൈനസ് അലൊക്കേഷൻ, അങ്ങനെയാണ് എപ്പോഴും. അതായത് പ്രയർ ഇൻഫർമേഷൻ ഉണ്ടാവണം. മാക്സിമം എന്ന് പറയുന്നത് ഓൾറെഡി പ്രോസസ് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ മാക്സിമം ഡിമാൻഡ്, മൈനസ് അലൊക്കേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി അലോട്ടഡ് ഇൻസ്റ്റൻസസ്. അപ്പോൾ ഇനി ഫർദർ റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നീഡ് ഈക്വൽ ടു മാക്സ് മൈനസ് അലൊക്കേഷൻ. അതായത് നീഡ് of the process I will be maximum demand of I minus allocation for I. Okay, ഇതാണ് ബാങ്കേഴ്സ് അൽഗോരിതത്തിൻ്റെ ഡേറ്റ സ്ട്രക്ചർ. ഇനി അൽഗോരിതം, ഇതിനെ വേറൊരു പേരിലും പറയും, സേഫ്റ്റി അൽഗോരിതം എന്നും പറയും. ലെറ്റ് വർക്ക് ആൻഡ് ഫിനിഷ് ബി വെക്ടേഴ്സ് ഓഫ് ലെങ്ത് m and n. നമ്മൾ വേരിയബിൾസിനെ പറയുന്നത് പോലെ പറയാണ് വർക്ക് ഇസ് ഈക്വൽ ടു അവൈലബിൾ.
അവൈലബിൾ എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു അവൈലബിൾ റിസോഴ്സസ് ആണ്. ഫിനിഷ് ഐ ഈക്വൽ ടു ഫോൾസ് ഫോർ ഐ ഈക്വൽ ടു 0 to n-1. ഇത് ഇനിഷ്യലൈസ്ഡ് എന്താ വെക്റ്റേഴ്സ് ആണ്. വർക്ക് ഇസ് ഈക്വൽ ടു അവൈലബിൾ, ഫിനിഷ് ഐ ഈക്വൽ ടു ഫോൾസ് ഫോർ ഐ, അതായത് പ്രോസസ് ഒന്നും ഫിനിഷ് ചെയ്തിട്ടില്ല. ഐ 0 to n-1 പ്രോസസ് അതെ അവരാരും ഫിനിഷ് ചെയ്തിട്ടില്ല. അതാണ് ഫിനിഷ് ഐ വെക്റ്റർ ഐ ഈക്വൽ ടു ഫോൾസ്. ഓക്കെ. ആൻഡ് സെക്കൻഡ് ഇതെന്താ, ഫൈൻഡ് ആൻ ഐ സച്ച് ദാറ്റ് ബോത്ത് ദിസ് കണ്ടീഷൻ ഹോൾഡ്സ്. അതായത് ഫിനിഷ് ഐ ഈക്വൽ ടു ഫോൾസ് ആൻഡ് നീഡ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവൈലബിൾ. വർക്ക് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. വർക്ക് ഇസ് ഈക്വൽ ടു അവൈലബിൾ. അതായത് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഐ, ഒരു പ്രോസസ്സ്. എന്താ കണ്ടീഷൻ? അത് ഫിനിഷ് ചെയ്തതായിരിക്കരുത്, ഫിനിഷിങ് ഇസ് ഫോൾസ് ആൻഡ് നീഡ് ഓഫ് ദിസ് ഐ ഇസ് ലെസ് ദാൻ അവൈലബിൾ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ദ റിസോഴ്സ് ക്യാൻ ബി അലോട്ടഡ് ആൻഡ് ഇറ്റ് ക്യാൻ വർക്ക് അല്ലേ. ഇഫ് നോ സച്ച് ഐ എക്സിസ്റ്റ്, ഗോ ടു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 4 എന്താ? ഫിനിഷ് ഈക്വൽ ടു ട്രൂ ഫോർ ഐ വെൻ സിസ്റ്റം ഇസ് ഇൻ സേഫ് സ്റ്റേറ്റ്. അതായത് ഇങ്ങനെ ഒരു ഐ ഇല്ല എങ്കിൽ ദാറ്റ് മീൻസ്, അതായത് ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഐ ഇല്ല എങ്കിൽ ദാറ്റ് മീൻസ് ഐ ഹാസ് ഫിനിഷ്ഡ്, പ്രോസസ് ഹാസ് ഫിനിഷ്ഡ്, ഫിനിഷ് ഈക്വൽ ടു ട്രൂ, സിസ്റ്റം ഇസ് ഇൻ സേഫ് സ്റ്റേറ്റ്. ഇനി അതല്ല, അങ്ങനെ ഒരു ഐ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് സ്റ്റേറ്റിൽ വർക്ക് ഇസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലൊക്കേഷൻ. അതായത് the system allotted this resource to process I. Work is equal to available is equal to available plus allocation. അതായത് ഇതിനുള്ള റിസോഴ്സസിനെ തിരിച്ച് അവൈലബിൾ പൂളിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ. ഓൾറെഡി ഐക്ക് അലോട്ട് ചെയ്ത് അലൊക്കേഷൻ ഐക്ക് അലോട്ട് ചെയ്ത് റിസോഴ്സസിനെ റിലീസ് ചെയ്തു. അതായത് ആ പൂളിലേക്ക് മാറ്റി, അവൈലബിൾ പൂളിലേക്ക് മാറ്റി. വർക്ക് ഇസ് ഈക്വൽ ടു വർക്ക് പ്ലസ് അലൊക്കേഷൻ ഐ. അലൊക്കേഷൻ ഈക്വൽ ടു അലൊക്കേഷൻ പ്ലസ്, അല്ലെങ്കിൽ അവൈലബിൾ ഈക്വൽ ടു അവൈലബിൾ പ്ലസ് അലൊക്കേഷൻ ഐ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദെൻ ഫിനിഷ് ഐ ഈക്വൽ ടു ട്രൂ, ഐ വിൽ ബി ഫിനിഷ്ഡ്. അങ്ങനെ സെറ്റ് ചെയ്തു. ഗോ ടു സ്റ്റെപ്പ് 2. വീണ്ടും നെക്സ്റ്റ് ഐയിലേക്ക് പോയി. ഇതാണ് ഒരു നോർമൽ ബാങ്കേഴ്സ് അൽഗോരിതം. അതായത് ഓരോന്നിനെയും എടുക്കുന്നു, ഓരോ പ്രോസസ്സിനും എടുത്തിട്ട് ആ പ്രോസസ്സിൻ്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് എന്താ? ഇഫ് ഇറ്റ് ഹാസിൻ ഫിനിഷ്ഡ് and if its need is less than the available resources, endu venam we can continue with the execution, allocation, and then once the process finishes, endu venam take back the resources to the available resource pool and then set as finished. Okay, അങ്ങനെ ആ സിസ്റ്റം പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഈ രീതി ചെയ്യുമ്പോൾ ദിസ് ഇസ് നോൺ ആസ് Banker's algorithm or safety algorithm. Okay. So Banker's algorithm എന്ന് പറയുന്നത് ആ സേഫ്റ്റി അൽഗോരിതം കൂടാതെ ഇതോടെ ചേർന്നതാണ് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം. ഇതെല്ലാം കൂടെ കണ്ടിട്ട് പേടിക്കണ്ട. റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം എന്ന് പറയുമ്പോൾ ആകെ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ മതി. ഒരു പ്രോസസ്സ് ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു റിസോഴ്സിനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം. റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം ചെയ്യുന്നത് ഇഫ് റിക്വസ്റ്റ് ഐ ഇസ് ലെസ് ദാൻ നീഡ് ഐ, അതായത് പ്രോസസ്സിൻ്റെ പ്രോസസ്സിൻ്റെ റിക്വസ്റ്റ് എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ ഇറ്റ്സ് നീഡ്, മാക്സിമം നീഡ്, ഗോ ടു സ്റ്റെപ്പ് 2. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ മാക്സിമം നീഡിനേക്കാൾ കുറവാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് അല്ലേ. അപ്പോൾ ആ ഗ്രാൻഡ് ചെയ്യുന്നതിന് മുമ്പും വേറൊരു കണ്ടീഷനോടെ ചെക്ക് ചെയ്യാനുണ്ട്. ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ അവൈലബിൾ, അതായത് ഫ്രീ ആയിട്ട് ഉള്ള പൂളിലുള്ള നമ്പർ ഓഫ് അവൈലബിൾ റിസോഴ്സസിൽ കുറവാണ് റിക്വസ്റ്റ് എങ്കിൽ മാത്രമേ നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതും കുറവാണെങ്കിൽ ഇഫ് ദാറ്റ് കണ്ടീഷൻ ഓൾസോ ഇസ് ട്രൂ, ഗോ ടു സ്റ്റെപ്പ് 3. അപ്പോൾ ഇവിടെ എന്താ? ഇവിടെ ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. അവൈലബിൾ ഈക്വൽ ടു അവൈലബിൾ മൈനസ് റിക്വസ്റ്റ് ഐ, ബിക്കോസ് റിക്വസ്റ്റ് ഓഫ് ദിസ് ഐ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ അവൈലബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് അത് അത്രയും കുറയും അല്ലേ. അവൈലബിൾ ഈക്വൽ ടു അവൈലബിൾ മൈനസ് റിക്വസ്റ്റ് ഐ. ദെൻ അലൊക്കേഷൻ ഓഫ് ഐ, ഈ പ്രോസസ്സിന് അലോട്ട് ചെയ്തിരിക്കുന്നത് അലൊക്കേഷൻ ഐ ഈക്വൽ ടു അലൊക്കേഷൻ ഐ പ്ലസ് റിക്വസ്റ്റ് ഐ, അതിൻ്റെ കൂടെ ഈ റിക്വസ്റ്റ് ചെയ്ത് ഇതോടെ കൂട്ടി അല്ലേ. അലൊക്കേഷൻ ഇസ് അലൊക്കേഷൻ പ്ലസ് റിക്വസ്റ്റ്. പിന്നെ എന്ത് ചെയ്യണം? നീഡ് ഐ, അതായത് ഈ റിസോഴ്സിൻ്റെ മാക്സിമം നീഡ് അല്ലേ, ഡിമാൻഡ് ഇസ് ഈക്വൽ ടു നീഡ് ഐ മൈനസ് റിക്വസ്റ്റ് ഐ. ഇപ്പോൾ ഇനി അത് നീഡ് ചെയ്യുക അല്ലെങ്കിൽ ഇനി അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ റിക്വസ്റ്റ് കുറച്ചുള്ള ഡിമാൻഡാണ് അതിനുള്ളത്, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി അലോട്ടഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ. ഇഫ് ഇറ്റ് ഇസ് റിക്വസ്റ്റ് ഐ ഇസ് ലെസ് ദാൻ നീഡ് ഐ, ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ അവൈലബിൾ,
ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യും. അവൈലബിൾ ഈക്വൽ ടു അവൈലബിൾ മൈനസ് റിക്വസ്റ്റ്, അലൊക്കേഷൻ ഈക്വൽ ടു അലൊക്കേഷൻ പ്ലസ് റിക്വസ്റ്റ്, ആൻഡ് നീഡ് ഈക്വൽ ടു നീഡ് മൈനസ് റിക്വസ്റ്റ്. ഇതെന്താണെന്ന് മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, ഈ രീതിയിലുള്ള അലൊക്കേഷൻ നടത്തി കഴിയുമ്പോൾ ദി സിസ്റ്റം വിൽ ബി ഇൻ സേഫ് സ്റ്റേറ്റ്. ഓക്കെ, ആൻഡ് once the transaction is completed and the process PI is allocated its resources. അപ്പോൾ ഈ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുന്നത് ഈ സേഫ്റ്റി അൽഗോരിതം പ്ലസ് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതമാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞ രീതിയിൽ ആലോചിച്ചാൽ അത് എഴുതിയിട്ട് ഇതോടെ എഴുതിയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സിസ്റ്റം അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് മനസ്സിലാകും. ഓക്കെ, ആൻഡ് ഇനി ഡെഡ്ലോക്ക് അവോയ്ഡ് ചെയ്യാൻ നോക്കി, സാധിച്ചില്ല, ഡെഡ്ലോക്ക് ഉണ്ടായി എങ്കിൽ സിസ്റ്റം ഷുഡ് ബി ഏബിൾ ടു ഡിറ്റക്ട് ദ ഡെഡ്ലോക്ക്. അവിടെ ഒരു അൺസേഫ് സ്റ്റേറ്റിലേക്ക് പോയി അത് ഡെഡ്ലോക്കിലേക്ക് എത്തി എങ്കിൽ അതിനെ മനസ്സിലാക്കാൻ കഴിയണം അല്ലേ? സോ അതിന് എന്ത് ചെയ്യും? മൂന്ന് രീതിയിൽ സിസ്റ്റം അതിനെ ഹാൻഡിൽ ചെയ്യും. ഒന്ന്, ഇറ്റ് വിൽ ജസ്റ്റ് അലൗ ദ സിസ്റ്റം ടു എൻ്റർ ദ ഡെഡ്ലോക്ക്. അത് അങ്ങനെ പോയിക്കോട്ടെ, അതങ്ങനെ ഡെഡ്ലോക്കിലേക്ക് ആയിക്കോട്ടെ. ഡിറ്റക്റ്റ് ചെയ്തു, അത് അലൗ ദ സിസ്റ്റത്തിനെ ആ സ്റ്റേറ്റിലേക്ക് പോകാൻ അലൗ ചെയ്യും, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ ഇറ്റ് യൂസസ് ഡിറ്റക്ഷൻ അൽഗോരിതം ആൻഡ് ദെർ ആർ സം റിക്കവറി സ്കീംസ് ഓൾസോ. ഇതിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്നുള്ള റിക്കവറി സ്കീംസും ഉണ്ട്. ഓക്കെ, സോ സിംഗിൾ ഇൻസ്റ്റൻസ്, ഇവിടെയും രണ്ട് തരത്തിലാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ് ടൈപ്പ് ആണുള്ളതെങ്കിൽ അവിടെ ഒരു വെയിറ്റ് ഫോർ ഗ്രാഫ്. ഓക്കെ, വെയിറ്റ് ഫോർ ഗ്രാഫ്സ്. ഈ വെയിറ്റ് ഫോർ ഗ്രാഫിൻ്റെ പ്രത്യേകത, നോട്ട്സ് ആർ പ്രോസസ്. ഓക്കെ, റിസോഴ്സസ് ഇല്ല, നോട്ട്സ് ആർ processes. Okay, PI to PJ, if PI is waiting for PJ. അപ്പോൾ ഒരു പ്രോസസ്സിൽ നിന്ന് വേറൊരു പ്രോസസ്സിലേക്ക് ഒരു എഡ്ജ് ഉണ്ടാവും. ആ എഡ്ജ് എന്താണെന്ന് വെച്ചാൽ PI ഈസ് വെയിറ്റിംഗ് ഫോർ PJ. അതായത് PJ ഫിനിഷ് ചെയ്യാൻ, അല്ലെങ്കിൽ PJ റിസോഴ്സിനെ റിലീസ് ചെയ്യാൻ PI വെയിറ്റ് ചെയ്യുന്നു. PI is dependent on PJ എന്ന് കാണിക്കാനാണ് വെയിറ്റ് ഫോർ എന്ന് പറയുന്ന ഒരു എഡ്ജ്. ഓക്കെ, അപ്പോൾ ഈ വെയിറ്റ് ഫോർ ഗ്രാഫ് യൂസ് ചെയ്യുന്ന സിസ്റ്റം എന്ത് ചെയ്യും? പീരിയോഡിക്കലി ഇൻവോക്സ് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ അൽഗോരിതം. എന്തിനങ്ങനെ ഡിറ്റക്ഷൻ അൽഗോരിതം ഇൻവോക്ക് ചെയ്യുന്നത്? ഇവിടെ എവിടെയെങ്കിലും സൈക്കിൾസ് ഫോം ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അത് ഒരു ഡെഡ്ലോക്കിലേക്ക് ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ അൽഗോരിതം ചെക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ, an algorithm to detect a cycle in a graph requires an order of n square operation where n is the number of vertices in the graph. ഓക്കെ, ഒരു സൈക്കിൾ ഡിറ്റക്ട് ചെയ്യാൻ n സ്ക്വയർ ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും. വേർ n is 10 നോട്ട്സ് ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ 10 സ്ക്വയർ, അതായത് 100. The order of this algorithm will be 100 to check successfully detect a deadlock. Okay, ഇതാണ് നമ്മളുടെ റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിൽ നിന്ന് വെയിറ്റ് ഫോർ ഗ്രാഫിലേക്കുള്ള ട്രാൻസിഷൻ. ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞു നോട്ട്സ് ആർ പ്രോസസ്സസ്. അവിടെ നമ്മൾ റിസോഴ്സസിനെ കൺസിഡർ ചെയ്യുന്നില്ല. നോട്ട്സ് ആർ പ്രോസസ്സസ്. ആ പ്രോസസ്സ് തമ്മിലുള്ള ഈ ആരോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വെയിറ്റ് ഫോർ എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഒരു റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫാണ്. ഇതിനെ റെഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ഒരു വെയിറ്റ് ഫോർ ഗ്രാഫിലേക്ക്. അപ്പോൾ നോക്കൂ, ഇതിൻ്റെ സൈസ് എത്ര കുറഞ്ഞു എന്ന്. അപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ ഉണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ P1 നേരത്തെ R1 റിക്വസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. R1 വാസ് ഗ്രാൻഡഡ് ടു P2. സോ ഈ ഒരു ഇത് ഒഴിവാക്കി എന്ത് ചെയ്തു? ഡയറക്റ്റ് ആയിട്ട് P1 ടു P2. P1 വെയിറ്റ്സ് ഫോർ P2. ഓക്കെ, ആൻഡ് P2ൻ്റെ കണ്ടീഷൻ എന്താ? P2 requests R2 but is allotted to P6. Okay, so അപ്പോൾ എന്താ? P2 to P6. P2 waits for P6. Okay, P2 to P6. And what about P3? P2 request R4 which is allotted to P3. So P2 to P3. Okay, and P4ൻ്റെ അവസ്ഥ എന്താ? P2 request R6 is R5 അല്ലേ? P2 request R5 which is
also requested by P3 but is allocated to P4. അപ്പോൾ എന്താ കണ്ടീഷൻ P2 to P4 കാരണം ഈ R5 ഇയാൾക്കാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. സോ P2 to P4 അതേപോലെ തന്നെ P3 to P4. P3ക്കും P4ലേക്ക് ഡിപ്പെൻഡൻസി ഉണ്ട്, ഇയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതേസമയം P4ൻ്റെ അവസ്ഥയോ P4 requested R2 which is allotted to P1. So P4 to P1. P4 to P1. So this is the reduced graph known as wait for graph. So ഈ wait for graphലൂടെ you can see if there are cycles and cyclesനെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം it is the system is in an unsafe state. Okay, so അങ്ങനെ unsafe സ്റ്റേറ്റിലുള്ളപ്പോൾ there are chances that system will enter a. അപ്പോൾ നമ്മൾ ഈ സൈക്കിൾസിലൂടെ സിസ്റ്റം അൺസേഫ് സ്റ്റേറ്റിലാണ്, ഡെഡ്ലോക്ക് സ്റ്റേറ്റിലാണെന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റിക്കവറി ഫ്രം ഡെഡ്ലോക്ക്. ഓക്കെ, വേരിയസ് വേയ്സ് ഉണ്ട്. ഒന്ന് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് കോമൺലി യൂസ്ഡ് പോളിസി എന്ന് പറയുന്നത് അബോർട്ട് ഓൾ ഡെഡ്ലോക്ക് പ്രോസസ്. അവരെ എല്ലാം കില്ല് ചെയ്ത് കളയാം. ഓക്കെ, അവരെ അബോർട്ട് ചെയ്ത് കളയാം. പ്രോസസ് ഡെഡ്ലോക്കിൽ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെ സൈക്കിളിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സിനെല്ലാം അബോർട്ട് ചെയ്ത് കളയാം. ഓക്കെ, അതല്ലെങ്കിൽ വേറൊരു വഴി അബോർട്ട് വൺ പ്രോസസ് അറ്റ് എ ടൈം അൺടിൽ ദ ഡെഡ്ലോക്ക് സൈക്കിൾ ഈസ് എലിമിനേറ്റഡ്. ഓക്കെ, ആ എൻറ്റയർ എന്താ അൺസേഫ് സ്റ്റേറ്റിലുള്ള പ്രോസസ്സിനെല്ലാം ഡെലിറ്റ് ചെയ്യുന്നതിന് പകരം 1 by 1 ആയിട്ട് ഒരറ്റത്തുനിന്ന് റിമൂവ് ചെയ്ത് കളയുക അല്ലെങ്കിൽ അബോർട്ട് ചെയ്ത് പോവുക അൺടിൽ ദറ്റ് സൈക്കിൾ ഇസ് ബ്രോക്കൺ. ഓക്കെ, അപ്പോൾ അങ്ങനെയും ഡെഡ്ലോക്കിനെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് അബ്രപ്റ്റ്ലി അബോർട്ട് ചെയ്യുന്നതിന് പകരം 1 by 1 ചില പ്രോസസ്സിന് നമുക്ക് ഇത് ചെയ്ത് കളയാം. ഓക്കെ, ഇൻ വിച്ച് ഓർഡർ ഷുഡ് വി ചൂസ് ടു അബോർട്ട്. നമ്മളിപ്പോൾ ചിലപ്പോൾ കണ്ടില്ലേ, സിസ്റ്റം ഹാങ് ആകുമ്പോൾ നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റും അല്ലേ? ടാസ്ക് മാനേജർ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചില ടാസ്കിനെ ക്ലോസ് ചെയ്ത് കളയാം. അപ്പോൾ സിസ്റ്റം കംപ്ലീറ്റ് ഹാങ് ആകാതെ നമുക്ക് അല്ലെങ്കിൽ റീസ്റ്റാർട്ടിലേക്ക് പോകാതെ നമുക്ക് നമ്മളുടെ ഡേറ്റ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ 1 by 1 ആയിട്ട് ചിലതിനെ എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ സിസ്റ്റം വിൽ ബി ഇൻ എ സേഫ് സ്റ്റേറ്റ്. ഓക്കെ, പക്ഷേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഹാസ് ടു ഡിസൈഡ് ദ ഓർഡർ ഇൻ വിച്ച് ദ പ്രോസസ് ഷാൽ ബി അബോർട്ടഡ്. അപ്പോൾ അത് എങ്ങനെയാണ്, ഏതിനെയാണ് ഡെലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അബോർട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക ബേസ്ഡ് ഓൺ ദ പ്രയോറിറ്റി ഓഫ് ദ പ്രോസസ്. ഹൈ പ്രയോറിറ്റി പ്രോസസ്സിനെ ഒരിക്കലും നമുക്ക് ഇത് ചെയ്ത് കളയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രയോറിറ്റി കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ ഹൗ ലോങ് ദ പ്രോസസ് ഹാസ് കമ്പ്യൂട്ടഡ് ആൻഡ് ഹൗ മച്ച് ലോങ്ങർ ടു കംപ്ലീഷൻ. ഈ പ്രോസസ്സ് എത്ര നേരമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നേരം കൂടെ എടുക്കും കംപ്ലീറ്റ് ചെയ്യാൻ. ഇപ്പം ഞാനിപ്പോൾ അബോർട്ട് ചെയ്തുള്ള ഒരു 5 മിനിറ്റിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോസസ്സാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്ത് എടുക്കുന്ന ഒരു ഓവർഹെഡ് ഒഴിവാക്കാൻ അതിൻ്റെ പ്രയോറിറ്റി നമ്മൾ കൂട്ടി വയ്ക്കും. ഓക്കെ, സോ ഹൗ ലോങ് ദ പ്രോസസ് ഹാസ് കമ്പ്യൂട്ടഡ്, അതിൻ്റെ ലൈഫ്, ഇതുവരെയുള്ള ലൈഫിൻ്റെ ഡ്യൂറേഷൻ അതും കൺസിഡർ ചെയ്യും. ആൻഡ് റിസോഴ്സസ് ദ പ്രോസസ് ഹാസ് യൂസ്ഡ്, എത്ര നമ്പർ ഓഫ് റിസോഴ്സസിനെ യൂസ് ചെയ്തു, എത്ര നേരം യൂസ് ചെയ്തു. അതേപോലെ തന്നെ റിസോഴ്സസ് ദാറ്റ് നീഡ്സ് ടു കംപ്ലീറ്റ്, ഇനി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര പേരെ കൂടെ വേണ്ടി വരും. ആൻഡ് ഹൗ മെനി പ്രോസസ് വിൽ നീഡ് ടു ബി ടെർമിനേറ്റഡ്, ഇതിൽ നിന്ന് പുറത്തു വരാൻ എത്ര പേരെ ഞാൻ അബോർട്ട് ചെയ്ത് കളയേണ്ടി വരും. ഇതെല്ലാം വോയിസിൻ്റെ കൺസിഡറേഷനാണ്. അപ്പോൾ ഇൻ ഓർഡർ ടു റിക്കവർ ഫ്രം ഡെഡ്ലോക്ക്, രണ്ട് പോളിസി, എയ്തർ അബോർട്ട് ഓൾ ദ ഡെഡ്ലോക്ക് പ്രോസസ്, അതല്ലെങ്കിൽ എയ്തർ അബോർട്ട് 1 by 1. അപ്പോൾ ഈ 1 by 1 ഇത് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ചില കൺസിഡറേഷൻസ് വേണ്ടി വരും. വൺ ഈസ് ദ പ്രയോറിറ്റി, another is the duration of its execution, and resource requirements, and also resource utilization, and also how many processes will need to be terminated. ഇതിൽ നിന്ന് ആ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യാൻ എത്ര പ്രോസസ്സിനെ ബ്രേക്ക് ചെയ്താൽ പറ്റും ഓക്കെ എന്നുള്ളതും. ഇപ്പം 2 എണ്ണത്തിനെ കില്ല് ചെയ്ത് കളയേണ്ടി വരൂ, ടോട്ടൽ 10 പ്രോസസ്സ് ഉണ്ടെങ്കിൽ സൈക്കിളിനകത്ത് 10 ഡെഡ്ലോക്ക് സ്റ്റേറ്റിലേക്ക് വരുന്ന 10 പ്രോസസ്സ് ഉണ്ടെങ്കിൽ 2 എണ്ണത്തിനെ കില്ല് ചെയ്യേണ്ടി വരൂ എന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് 2 എണ്ണം വേണം, ഹൗ മെനി പ്രോസസ്സ്, 3 എണ്ണം വേണമെന്നുണ്ടെങ്കിൽ ഒരാളെ കൂടെ സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഹൗ മെനി പ്രോസസ് വിൽ നീഡ് ടു ബി ടെർമിനേറ്റഡ്, ഇതെല്ലാം വോയിസിൻ്റെ കൺസിഡറേഷൻസ് ആണ്.
സോ ഈ വിക്ടിമിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, റിസോഴ്സ് പ്രിയംഷൻ, അതും വേറൊരു പോളിസിയാണ്. അതായത് ഒരു പ്രോസസ്സിൻ്റെ എല്ലാ റിസോഴ്സസിനെയും നമുക്ക് പ്രിയംറ്റ് ചെയ്തെടുക്കാം. ആരുടെയെങ്കിലും ഒരാളുടെ അയാളെ അബോർട്ട് ചെയ്തിട്ട് അയാളെ അല്ലെങ്കിൽ അയാളുടെ ഓൾറെഡി കൈവശം വെച്ചിരിക്കുന്ന റിസോഴ്സിനെ പ്രിയംറ്റ് ചെയ്യുക, അതിങ്ങനെ പൂളിലേക്ക്, അവൈലബിൾ പൂളിലേക്ക് മാറ്റുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ നമ്മൾ പറയും അതൊരു വിക്റ്റിമാണെന്ന് പറയും, ആ പ്രോസസ്സ്. അപ്പോൾ ആ വിക്റ്റിമിനെ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ കൺസിഡറേഷൻ ടു മിനിമൈസ് ദ കോസ്റ്റ്. ഓക്കെ, സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സെലക്ഷൻ ആയിരിക്കണം ഓഫ് ദ വിക്റ്റിം. ആൻഡ് റോൾ ബാക്ക്, റിട്ടേൺ ടു സം സേഫ് സ്റ്റേറ്റ്, റീസ്റ്റാർട്ട് ദ പ്രോസസ് ഫോർ ദാറ്റ് സ്റ്റേറ്റ്. അതായത് അതിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് റോൾ ബാക്ക് ചെയ്യുക. ഇതിൻ്റെ ഡെഡ്ലോക്ക് സ്റ്റേറ്റിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റിലേക്ക്, ആ സേഫ് സ്റ്റേറ്റിലേക്ക് പ്രോസസ്സിനെ എടുത്തുക. പ്രോസസ്സിൻ്റെ ഈ ഫ്യൂച്ചർ അതിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേറ്റിലേക്ക് പ്രോസസ്സിനെ റോൾ ബാക്ക് ചെയ്യുക. ഓക്കെ, ഇനി അതിലുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സെയിം പ്രോസസ് മേ ഓൾവേസ് ബി പിക്ഡ് അപ്പ് ആസ് എ വിക്ടിം. ഓക്കെ, അതങ്ങനെയാണല്ലോ അല്ലേ, യൂഷ്വലി അതൊരു നോർമൽ പ്രൊസീജിയറാണ്. ഒരു ലെസ് പ്രയോറിറ്റിയുള്ള, കൂടുതൽ റിസോഴ്സ് റിക്വയർമെൻറ്റ്സ് ഉള്ള അങ്ങനെയുള്ള പ്രോസസ്സ് ആയിരിക്കും എപ്പോഴും ഒരു സൈക്കിളിൽ വന്നു കഴിഞ്ഞാൽ വിക്ടിം. അപ്പോൾ അവിടെ ദർ ആർ ചാൻസസ് ഓഫ് സ്റ്റാർവേഷൻ. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ഡെഡ്ലോക്ക്. അപ്പോൾ ഡെഡ്ലോക്കിനെ പറ്റി പറയുമ്പോൾ എന്താണ് ഡെഡ്ലോക്ക് എന്നറിയണം. ദെൻ ഡെഡ്ലോക്കിൻ്റെ 4 റിക്വയർമെൻറ്റ്സ്. ഡെഡ്ലോക്ക് ആണ് എന്ന് പറയണമെങ്കിൽ അതിന് 4 കണ്ടീഷൻസ് ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യണം. അത് കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ പിന്നെ എന്താ നമ്മൾ പഠിച്ചത്, റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫ് എന്താണെന്ന് പഠിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ. അപ്പോൾ അവിടെയും റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് പഠിച്ചു. ആൻഡ് ഡെഡ്ലോക്ക് ഡിറ്റക്ഷനിൽ വന്നപ്പോഴത്തേക്ക് അത് ഒരു റെഡ്യൂസ് ഫോമിലേക്ക്, വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറയുന്ന റെഡ്യൂസ് ഫോമിലേക്ക് വന്നു. ഡെഡ്ലോക്ക് അവോയ്ഡൻസിൽ നമ്മൾ സേഫ് സ്റ്റേറ്റിനെ പറ്റി പഠിച്ചു. ബാങ്കേഴ്സ് അൽഗോരിതം, അത് സാധാരണ എസ്ഐക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, ബാങ്കേഴ്സ് അൽഗോരിതം. പിന്നെ എന്താണ് ഡിറ്റക്ഷൻ ആൻഡ് റിക്കവറി ഫ്രം ഡെഡ്ലോക്ക്. ഇപ്പോൾ റിക്കവറി എന്ന് പറയുമ്പോൾ അതിൽ അബോർട്ടിങ് ദ പ്രോസസ്, അബോർട്ടിങ് എന്ന് പറയുമ്പോൾ അതിലെ വിക്ടിമിനെ സെലക്ട് ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയാസ് ആൻഡ് അതിൻ്റെ പ്രോബ്ലംസ്. ഇതാണ് ഒരു ഡെഡ്ലോക്കിനെ പറ്റി പഠിക്കാനുള്ളത്. ഡെഡ്ലോക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.